എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ജ്യൂസ് റെസിപ്പിയാണ് ചെയ്യുന്നത്. മാതളനാരങ്ങയുടെയും ആപ്പിളിൻ്റെയും കോമ്പിനേഷനിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ്. അപ്പോൾ മാതളനാരങ്ങയും ആപ്പിളും നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ള രണ്ട് ഫ്രൂട്ട്സ് ആണ്. നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വിളർച്ച മാറ്റാനും ഒക്കെ ഈ രണ്ട് ഫ്രൂട്ട്സും ഗുണം ചെയ്യും. അപ്പം മാതളനാരങ്ങയിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 2 മീഡിയം സൈസിലുള്ള ആപ്പിള് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ നന്നായിട്ടിത് ഒട്ടും തരികളില്ലാതെ അരിച്ചെടുക്കണം. ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 മാതളനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. പക്ഷെ മാതളനാരങ്ങ അരച്ചെടുക്കുമ്പം അതിൻ്റെ കുരു അരഞ്ഞു പോകാതെ നോക്കണം. കുരു അരഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് വരും. അപ്പം ആ മാതളനാരങ്ങയിൽ നിന്ന് പകുതി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ പൾസ് ബട്ടൺ 2-3 പ്രാവശ്യം പ്രസ് ചെയ്താണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പം ഇതിൻ്റെ കുരു ഒട്ടും തന്നെ അരഞ്ഞു പോവുകയില്ല. നമ്മുടെ ജ്യൂസിന് ഒട്ടും കയ്പ്പും കാണില്ല. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുക. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിക്സിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 2 വലിയ ഗ്ലാസ്സിനുള്ള അളവാണ് കാണിക്കുന്നത്. അതായത് 2 സെർവിങ്ങിനുള്ള അളവാണ് ഈ കാണിക്കുന്നത്. ഒരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് മാതളനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെ, അതായത് 1/4 കപ്പ് തന്നെ ആപ്പിൾ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുക. അപ്പം നാരങ്ങ നീര് നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അത്ര തന്നെ വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഒക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇതിന് നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർത്താൻ പോവുകയാണ്. അപ്പം 2 വലിയ ഗ്ലാസ്സിനുള്ള ഉള്ളതുണ്ട് ഈ ജ്യൂസ്. പിന്നെ ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളകും കൂടെ കീറി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല എരിവ് വേണ്ടവരാണെങ്കിൽ ജ്യൂസ് അടിക്കുന്ന കൂട്ടത്തിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്താൽ മതി. ഇവിടെ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അല്പം പുളിയും മധുരവും എരിവും ഒക്കെ കൂടിയിട്ടുള്ള മാതളനാരങ്ങ ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഒപ്പം ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലുള്ള ജ്യൂസാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. എന്നാലേ ഉള്ളൂ ഞാൻ വീഡിയോസ് ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തരികയുള്ളൂ. വീണ്ടും നമുക്ക് വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.